അങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വിട്ടത് നമ്മുടെ കൊല്ലം ബീച്ചിലോട്ടാണ്. കൊല്ലം ബീച്ചിൽ ചെന്നപ്പോൾ കൊല്ലം ജില്ല ഫുള്ളുണ്ട്. എന്തൊരു തിരക്ക്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് 3 ഐസ്ക്രീം എല്ലാം കഴിച്ച് നമ്മൾ അവിടുന്ന് സ്കൂട്ടായി. എന്നിട്ട് നേരെ ലാൻഡ് ചെയ്ത് മിച്ചാമ്മയുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്ന് 2 സ്ട്രോബെറി എല്ലാം കഴിച്ച് കുറച്ച് ബിരിയാണി കൂടെ കഴിച്ച് ഞാൻ സൈഡായി. പിറ്റേന്ന് രാവിലെ 11 മണിക്കത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എമ്പുരാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എമ്പുരാൻ കണ്ടു. നല്ല ഒരു അടിപൊളി പടമാണ്. 8 ഔട്ട് ഓഫ് 10. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാമിയെ മുടിപ്പിച്ച് കൈ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡോമിനോസ് പിസ്സയിൽ നിന്ന് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചീസ് വോൾക്കാനോ BBQ ചിക്കൻ പിസ്സ അങ്ങനെ എന്താണെന്നാണ് ഇതിൻ്റെ പേര്. ബട്ട് നമ്മുടെ 360 രൂപ പോയി സുഹൃത്തുക്കളെ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദേസി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആയിട്ടുള്ള നമ്മുടെ പാവ് ബജി, പാനിപൂരി, ദാഹിപൂരി, ചോലെ ഭട്ടൂരി അങ്ങനെ കുറേ സാധനമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ അവിടുന്ന് ഒരു പ്ലേറ്റ് പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൗസിൽ നിന്ന് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 8 ഓക്കെ 10ൽ 7. അങ്ങനെ നമ്മൾ പാനിപ്പൂരി ട്രൈ ചെയ്യാൻ പോവാണ്. പാനിപ്പൂരി വാസ് ഗുഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് 70 രൂപയ്ക്ക് നമുക്ക് വേർത്തായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് മേടിച്ചൊരു സാധനമാണ് നമ്മുടെ സ്മൂച്ചോയിൽ സ്ട്രോബെറിയും ചോക്ലേറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം. ഇവർ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് 179 രൂപയ്ക്ക് തീരെ വേർത്തല്ലായിരുന്നു. അത് ഭയങ്കര ഓവർ റേറ്റഡ് സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന് ഭയങ്കര ഹൈപ്പാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. ബട്ട് ഹൈപ്പിനനുസരിച്ചുള്ളൊരു സാധനം ഇല്ല. പിന്നെ ഭയങ്കര വിലയുമാണ്. 179 രൂപയ്ക്ക് ഇത് ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ മമ്മിയുടെ കയ്യിലെ പൈസ എല്ലാം തീർത്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് മൾബറിയും കൂടെ കഴിച്ച് സൈഡായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ബൈ.